ഈശോമിശിഹായിലേറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ശ്രവിച്ച വചനഭാഗം മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 21 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. പത്രോസ് ശ്ലീഹ വന്ന് ഈശോയോട് ചോദിക്കുകയാണ്, എൻ്റെ സഹോദരൻ എന്നോട് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവനോട് എത്ര പ്രാവശ്യം ക്ഷമിക്കണം? വളരെ ന്യായമായിട്ടുള്ള ഒരു ചോദ്യവുമായിട്ടാണ് ശിമോൻ പത്രോസ് ഈശോയുടെ അടുക്കൽ വരിക. പഴയ നിയമത്തിൻ്റെ ആ ഒരു പ്രബോധനങ്ങളിലൊക്കെ 7 പ്രാവശ്യമൊക്കെ ക്ഷമിക്കുക, അതായത് പൂർണ്ണതയിൽ ക്ഷമിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈശോയുടെ മറുപടി എന്ന് പറയുന്ന 7 അല്ല, 70 പ്രാവശ്യം. അതായത് നമ്മൾ അളവില്ലാതെ പരിധിയില്ലാതെ ക്ഷമിക്കുന്നതിൻ്റെ ആ ഒരു ആവശ്യകതയും കരുണ കാണിക്കുന്നതിൻ്റെ ആവശ്യകതയും ഒക്കെയാണ് ഈശോ എടുത്ത് കാണിക്കുക. പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള കാര്യമാണ്, ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ, സഹിക്കുന്നതിനൊരു പരിധിയില്ലേ, ഇത്രമാത്രമൊക്കെ സ്നേഹിച്ചിട്ടും ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇനി ഞാൻ ക്ഷമിക്കണോ എന്നുള്ള ചിന്തകളൊക്കെ നമ്മുടെയൊക്കെ മനസ്സിലും നമ്മുടെ അനുഭവത്തിലൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അവിടെയൊക്കെ വചനം നമുക്ക് തരുന്ന ക്രിസ്തുവിൻ്റെ ആ ഒരു മനസ്സ് പറഞ്ഞു തരുന്നൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ക്ഷമിക്കുക എന്നത് ഒരു ദൈവികമായ സ്വഭാവമാണ്. ഓരോ പ്രാവശ്യവും നമ്മൾ ക്ഷമിക്കുമ്പോൾ നമ്മൾ തരം താഴ്ന്നു പോവുകയല്ല, മറിച്ച് ദൈവികതയിലേക്ക് നമ്മൾ ഉയരുകയാണ്. മൃഗങ്ങളെക്കാൾ വളരെ മോശമായിട്ട് അതിനേക്കാൾ അധപതിച്ചു പോകുന്ന ഈ ഒരു ലോകത്തിൽ ദൈവികമായിട്ട് വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് കർത്താവ് പറയുന്നത് 7 അല്ല 70 പ്രാവശ്യം ക്ഷമിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ദൈവികമായി ഉയർത്തുവാനായിട്ട് സാധിക്കുന്നൊരു കാര്യമാണ്. വീണ്ടും വചനത്തിൽ ഈശോ ഒരു ഉപമ കൂടി പറഞ്ഞു വയ്ക്കുകയാണ്, കരുണ കാണിക്കാത്ത ഭൃത്യൻ്റെ ആ ഉപമ. 10,000 താലന്ത് അവൻ്റെ ജീവിതത്തിൽ അവന് കടബാധ്യതയുണ്ടെന്ന് യജമാനൻ അവൻ അതെല്ലാം വിളച്ചു കൊടുത്തു. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ അവന് ലഭിച്ച ഈ ഒരു വലിയ സൗഭാഗ്യം വിസ്മരിച്ചുകൊണ്ടാണ് അവന് ഏറ്റവും ചെറിയ ഒരു കാശ് തരാനുള്ളതിൻ്റെ പേരിൽ തൻ്റെ സഹസേവകനോട് കരുണയില്ലാതെ പെരുമാറുന്നത്. അതുകൊണ്ട് ഈശോയെ ഉപമ പറഞ്ഞു വെക്കുമ്പോൾ അതിൻ്റെ അവസാനം പറഞ്ഞു വെക്കുന്ന കാര്യമാണ്, നിന്നോട് കരുണ കാണിച്ചതുപോലെ നിൻ്റെ സഹോദരനോടും നീ കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? നിൻ്റെ സഹോദരനോടും നീയും കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? അതായത് ദൈവിക സ്വഭാവത്തിലേക്ക്, ദൈവത്തിൻ്റെ അടിസ്ഥാന സ്വഭാവമാണ് കരുണ എങ്കിൽ ആ ഒരു സ്വഭാവത്തിലേക്ക് മനുഷ്യൻ വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈശോ പറയുകയാണ്, അതായത് നിങ്ങൾക്ക് ഇത്രമാത്രം അനുഗ്രഹങ്ങൾ തമ്പുരാനിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് വിസ്മരിക്കാതെ അതിനനുസരിച്ച് കരുണ കാണിക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. അതായത് ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും ഒക്കെ അനുഭവിച്ചവരാണ് നമ്മൾ ഓരോരുത്തരുമെങ്കിൽ ഓരോ നിമിഷവും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്നത് കരുണയുടെ പ്രതിഫലനമായിട്ട് മാറുക എന്നുള്ളതാണ്. ഇവിടെ ഈ വായിച്ചു കേട്ട ഉപമയിൽ ഈ ഒരു വ്യക്തിക്ക് കുറച്ചും കൂടെ കരുണയോടെ പെരുമാറുകയായിരുന്നെങ്കിൽ അവൻ കർത്താവിൻ്റെ മുമ്പിൽ അവൻ പ്രശംസിക്കപ്പെട്ടവനായിട്ട് മാറിയാന്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ചെറിയ കാര്യങ്ങൾ പലപ്പോഴും വീണുപോവുകയാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും ഇതുപോലെ ഉള്ള അനുഭവങ്ങളുണ്ടാകും. ഇത്രമാത്രം അനുഗ്രഹങ്ങൾ, ഇത്രമാത്രം കൃപയും സ്നേഹവും ഒക്കെ അനുഗ്രഹങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ലഭിച്ചിട്ട് നമ്മുടെയൊക്കെ സാധാരണ ജീവിതങ്ങളിൽ, നമ്മുടെ ഓരോ ദൈനംദിന ജീവിതത്തിലൊക്കെ പലപ്പോഴും മറ്റുള്ളവരോട് ക്ഷമിക്കാനോ സ്നേഹിക്കാനോ കരുണ കാണിക്കാനോ ഒന്നും നമുക്ക് സാധിക്കാതെ വരുന്നുണ്ടെങ്കിൽ സുവിശേഷത്തിൻ്റെ സന്ദേശത്തിൽ നിന്നൊക്കെ നമ്മൾ മാറിപ്പോകുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പ്രിയപ്പെട്ടവർ, ഈ ഒരു വലിയ കാര്യം തിരിച്ചറിയുവാനും കരുണയോടെ നമ്മുടെ കുടുംബത്തിലുള്ളവരോടും ചുറ്റുമുള്ളവരോടും ഒക്കെ പെരുമാറുവാനായിട്ടുള്ള കൃപ തരണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതായത് ഓരോ പ്രാവശ്യം ക്ഷമിക്കുമ്പോഴും അത് നമ്മുടെ ഒരു ബലഹീനതയായിട്ടല്ല, മറിച്ച് അത് നമ്മുടെ ഒരു വലിയ ശക്തിയാണ് എന്ന് തിരിച്ചറിയും. കരുണ കാണിക്കുക എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഇതുപോലെ നമ്മളെ വേദനിപ്പിച്ചാലും അവരോട് സ്നേഹിക്കുമെന്നുള്ള ഒരു വലിയ തീരുമാനമെടുക്കുന്നതാണ്. ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഈശോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് എല്ലാവരോടും കരുണയോടെ അവൻ പെരുമാറി. ഈശോയുടെ അനുയായികളായ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് ഈ കരുണയോടെ പെരുമാറുകയാണ്. സ്നേഹത്തിൻ്റെ ഒരു പടി ഉയർന്ന ഒരു തലമാണ് കരുണ. അങ്ങനെയാണെങ്കിൽ ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് ഈ ഒരു കരുണയായിരിക്കണം. ഈ ഒരു വലിയ കൃപ നമ്മളിൽ നിറയുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ വ്യക്തി ജീവിതങ്ങളിലും കുടുംബങ്ങളിലുമൊക്കെ
ദൈവത്തിൻ്റെ കരുണയുടെ പ്രതിഫലനങ്ങളായി മാറുവാനായിട്ട് കർത്താവെ കൃപ തരണമേ, അഭിഷേകം ചെയ്യണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.